നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞു. മറ്റന്നാളോട് കൂടിയേ അന്തിമ ചിത്രം വരുള്ളൂ എങ്കിൽ കൂടി തന്നെ താരപ്രചാരകരടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും പ്രചാരകരടക്കം ഇനി അങ്ങോട്ട് സംസ്ഥാനത്തെ ദിവസങ്ങളിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. എന്തായാലും ഇപ്പോഴും 14 ദിവസം മാത്രമേ ഉള്ളൂ ഇനി പരസ്യ പ്രചാരണത്തിന്. ഡീൽ ആരോപണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നണികൾ രാഷ്ട്രീയ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൂട് കൂടുകയാണ്. മറ്റന്നാൾ വരെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്നവർ ആ രീതിയിലുള്ള കരുതലിലൊക്കെ വേണം പുറത്തേക്കിറങ്ങാൻ. ഒപ്പം ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കൂടിയാണ്. എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. പ്രേക്ഷകർക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പത്രിക നൽകിയത് 1252 പേർ. കൂടുതൽ കൊടുവള്ളിയിൽ. പിൻവലിക്കാനുള്ള അവസാന ദിവസം മറ്റന്നാൾ. VIP മണ്ഡലങ്ങളിൽ അപരഭീഷണി. അന്തിമ വോട്ടർ പട്ടിക ഇന്ന്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നത് 2.72 കോടി വോട്ടർമാർ. പരസ്യ പ്രചാരണത്തിന് ഇനി 14 ദിവസം. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള താരപ്രചാരകർ കേരളത്തിലേക്ക്. മുഖ്യമന്ത്രിയുടെ പര്യടനം ഇന്ന് ഇടുക്കിയിൽ. CPM ഭരിക്കുന്ന അടൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ സംഘടനകൾ. ബാങ്കിലേക്ക് ഇന്നും യൂത്ത് കോൺഗ്രസ് മാർച്ച്. നടന്നത് 75 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട്. വെളിപ്പെടുത്തൽ നടത്തിയത് ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച പൊൻതാമര. പ്രതികരിക്കാതെ പാർട്ടി നേതൃത്വം. ചുട്ടുപൊള്ളി കേരളം. മറ്റന്നാൾ വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടെത്തിയേക്കും. അതീവ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന നടൻ മോഹൻലാലിന്റെ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ. ലാൽ കോടതിയെ സമീപിച്ചത് തന്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട്. സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ ഒരു അവസരം കൂടി നൽകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ട്രംപും ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന റിപ്പോർട്ട്. യുദ്ധം കൃത്യമായ കൂടിയാലോചനയ്ക്ക് പിന്നാലെയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് മുതൽ നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മറ്റന്നാളാണ്. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള താരപ്രചാരകർ കേരളത്തിൽ കളം പിടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പര്യടനം ഇന്ന് ഇടുക്കിയിലാണ്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസയാണ് ചേരുന്നത്. അൺഫിലിറ്റ്, ആദ്യം തന്നെ ഒരു അന്തിമ ചിത്രത്തിലേക്ക് എത്തണമെങ്കിൽ 26 വരെ കാത്തു നിൽക്കണം. പക്ഷേ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞു. ഇന്നു മുതൽ സൂക്ഷ്മ പരിശോധന ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രമുഖ സ്ഥാനാർത്ഥികൾക്കടക്കം വിമതരും ഒക്കെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിലുള്ള അനുനയ ശ്രമങ്ങൾ ഇപ്പോഴും എല്ലാ പാർട്ടികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ആ രീതിയിൽ എങ്ങനെയാണ് ഒരു അന്തിമ ചിത്രത്തിലേക്ക് എത്താൻ ഇനിയും 26 വരെ കാത്തിരിക്കേണ്ടത്? തീർച്ചയായും മമ്പിളി, ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധനയാണ്. ഇന്ന് വൈകിട്ട് 5 മണിയിലെ സൂക്ഷ്മ പരിശോധനയുടെ സമയമാണ്. അതായത് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവർ, സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവർ 1252 പേരാണ്. അവരുടെ പത്രികകളിലൊക്കെ തന്നെ ഇന്ന് സൂക്ഷ്മ പരിശോധന നടത്തി എത്ര പേരെ തള്ളുന്നു, എത്ര പേരെ കൊള്ളുന്നു എന്നുള്ളതൊക്കെ 5 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെയോ വെബ്സൈറ്റിലൂടെയൊക്കെ പ്രസിദ്ധീകരിക്കും. അത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര നാമനിർദ്ദേശ പത്രികകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുള്ളതെന്ന്. അതിനുശേഷം ഇത് പിൻവലിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മറ്റന്നാളാണ്. മറ്റന്നാൾ 5 മണിയോടുകൂടി പിൻവലിക്കാനുള്ള സമയം കഴിയുമ്പോഴാണ് ഇത്തവണ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര പേര് മത്സര രംഗത്തുണ്ടാകും എന്നുള്ള മത്സരത്തെ സ്ഥാനാർത്ഥികളുടെ ചിത്രം പൂർണ്ണമാകുന്നത് മറ്റന്നാളായിരിക്കും.
എന്തായാലും വലിയ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികൾ പട്ടികയും ഒപ്പം തന്നെ ഈ നാമനിർദ്ദേശ പത്രികകളൊക്കെ പൂർത്തിയാകുമ്പോൾ ഈ അപരന്മാരുടെ ശല്യം അത് ഇത്തവണയും ഒട്ടും കുറവല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രമുഖർ എവിടെയൊക്കെ മത്സരിക്കുമോ ആ പ്രമുഖരുടെ മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ അപരന്മാരുള്ളത്. സ്വാഭാവികമായി എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും അധികം എല്ലാ പ്രമുഖരും ഈ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇക്കുറി അപരന്മാരുടെ എണ്ണം ഒരു വലിയ രീതിയിൽ തള്ളിക്കയറ്റമുണ്ട് എന്ന് തന്നെ പറയുന്നു. മൂന്ന് മുന്നണികളും ഈ അപരന്മാരുമായി മുന്നോട്ട് പോകുന്നതിൽ ഒട്ടും പിന്നോട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ പത്രിക പിൻവലിക്കുന്ന അവസാന ദിവസങ്ങളൊക്കെ ആകുമ്പോൾ 2 ദിവസം കൂടിയുണ്ട്. ആ 2 ദിവസത്തിനുള്ള പരമാവധി അപരന്മാരെ കൊണ്ട് ഈ അവരുടെ പത്രിക പിൻവലിപ്പിക്കാനുള്ള ഒരു തത്രപ്പാടി തന്നെയാണ് പ്രമുഖ മുന്നണികൾ. കാരണം പല പ്രമുഖരും ഏറ്റവും ഒടുവിൽ പല അപരന്മാരും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. ഈ പത്രിക പിൻവലിക്കുന്ന സമയത്തൊക്കെ തന്നെ സമവായത്തിലൂടെയും പറഞ്ഞോ ഒത്തുതീർത്തും ഒക്കെ തന്നെയും അവരെ കൊണ്ട് പത്രിക പിൻവലിപ്പിക്കാറുണ്ട്. ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ കുറേയൊക്കെ അപരന്മാരുടെ ഒരുപക്ഷെ തള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഈ അപരന്മാർ അത്ര തന്നെ വളരെ സൂക്ഷ്മതയോടെ ഒന്നും ആയിരിക്കത്തില്ല. സാധാരണഗതിയിൽ എല്ലാ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇതൊരു കാണുന്ന പതിവ് കാഴ്ചയാണ്. അതിന്റെ ഒരു തുടർച്ചയായി തന്നെ ഇത്തവണയും ആ ഒരു പതിവ് കാഴ്ച തെറ്റിക്കാതെ തന്നെ കാണുകയാണ്. എന്തായാലും മറ്റന്നാള് വൈകിട്ട് 5 മണിയാകുമ്പോൾ തന്നെ ഈ എത്ര പേരാകും സംസ്ഥാനത്ത് ഉണ്ട് മത്സരരംഗത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. ഇപ്പൊ നിലവിൽ ഇന്നലത്തെ കണക്ക് പ്രകാരം 1252 പത്രികകളാണ്. അതാണ് 1252 ആണ് കണക്ക്. അൻഫിൽഡ് സൂചിപ്പിച്ച പോലെ തന്നെ 26-ന് ഒരു അന്തിമ ചിത്രം തെളിയൂ. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇനി 2 ആഴ്ച മാത്രമേ പരസ്യ പ്രചാരണത്തിന് സമയമുള്ളൂ. ഇനി അങ്ങോട്ട് പൊടിക്കുന്ന ഒരു പ്രചാരണത്തിനാണ് കേരളം സാക്ഷിയാകാൻ പോകുന്നത്. താരപ്രചാരകരടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ മുന്നണികളുടെയും ഒക്കെ താരപ്രചാരകർ ഇനിയുള്ള ദിവസം അങ്ങോട്ട് സംസ്ഥാനത്തുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് എത്രത്തോളം കൊടുമ്പിരി കൊണ്ട ഒരു പ്രചാരണ രംഗത്തിനായിരിക്കും സംസ്ഥാനം സാക്ഷിയാവുക? നമ്മുടെ ഈ കാലാവസ്ഥയുടെ അത്യുഷ്ണമായ ചൂടാണ് കേരളത്തിൽ. വലിയ രീതിയിൽ റെക്കോർഡ് ചൂടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ചൂടിന്റെ തൃണവൽ ഗണിച്ചുകൊണ്ട് തന്നെ പ്രചാരണത്തിന്റെ ഒരു ചൂട് അതിന്റെ ഒരു പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണത്. മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ ജില്ലാ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ പര്യടനം ഇടുക്കിയിലാണ്. എല്ലാ പ്രമുഖരും CPM-നെ സംബന്ധിച്ച് അവരുടെ താരപ്രചാരകർ എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലുള്ള CPM-ന്റെ നേതാക്കന്മാർ, അത് ഇടതുമുന്നണിയുടെ മുഴുവൻ CPM നേതാക്കന്മാർ, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട് അടക്കമുള്ള എല്ലാ നേതാക്കളും, MA ബേബി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കളം നിറയുകയാണ്. ഒപ്പം കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി, നാളെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നത്. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ ദേശീയ നേതാക്കളൊക്കെ താരപ്രചാരകരുടെ ഒരു പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. അവരൊക്കെ തന്നെയും കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പര്യടനം ഉണ്ടാകും. കാരണം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രി ഞായറാഴ്ചയാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം തൃശ്ശൂരും പാലക്കാടും ഒക്കെ അദ്ദേഹത്തിന്റെ പര്യടനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനൊപ്പം തന്നെയും അദ്ദേഹത്തിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നുണ്ട്, ഒപ്പം JP നദ്ദ എത്തുന്നുണ്ട്. അങ്ങനെ താരപ്രമുഖരൊക്കെ തന്നെയും കളം പിടിക്കുന്നു. 3 മുന്നണികളിലും ഏറ്റവും പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ തന്നെയും ഏറ്റവും കുറച്ച് ദിവസമാണ് പ്രചാരണത്തിനുണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. ഇനി നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം കൂടി കൂട്ടുകയാണെങ്കിൽ 15 ദിവസമാണ് പരസ്യ പ്രചാരണത്തിനുള്ളത്. അതായത് നിശബ്ദ പ്രചാരണം മാറ്റി നിർത്തിയാൽ 6-ാം തീയതി വരെ 7-ാം തീയതി വരെയാണ് പരസ്യ പ്രചാരണമുള്ളത്. അതുവരെ നോക്കുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇത്തവണ ഈ പരസ്യ പ്രചാരണത്തിലുള്ള ദിവസങ്ങളിൽ തന്നെ വിശുദ്ധവാരം ഏപ്രിൽ ആദ്യവാരം ആരംഭിക്കുകയാണ്. ആ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത പ്രതിസന്ധിയൊക്കെ തന്നെയും ഈ പ്രതിസന്ധിയും അതിന്റെ പരിഭവവും ഒക്കെ തന്നെയും രാഷ്ട്രീയ പാർട്ടികളും മുന്നണി നേതാക്കന്മാരും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വളരെ കുറച്ച് ദിവസവും ആ ഒരു സമയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം വോട്ടർമാരിൽ വോട്ടഭ്യർത്ഥിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ കളം നിറയ്ക്കാൻ എത്രത്തോളം പറ്റുമോ അതിനുവേണ്ടിയുള്ള ഒരു തത്രപ്പാടി തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെയുള്ളത്. ഇനി ഒരു നിമിഷം പോലും പാഴാക്കാതെ 3 മുന്നണികളും വളരെ സജീവമായി തന്നെ ഒരു മത്സരത്തിന്റെ യഥാർത്ഥ കളത്തിലേക്ക് അവർ ഇറങ്ങുകയാണ്. ആപ്പിളി ശരി, ഇനി അങ്ങോട്ട് പ്രചാരണം കൂടുതൽ ശക്തമാവുകയാണ്. എല്ലാ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കളടക്കം, BJP-യുടെ ആണെങ്കിൽ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ സംസ്ഥാനത്തേക്ക് എത്തും. കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ വരും ദിവസങ്ങളിലുണ്ടാകും. നമുക്കറിയാം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ പര്യടനം ആരംഭിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫ്രി ഡിസൂസ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇടുക്കിയിലാണ്
തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രാവിലെ 9:30 കട്ടപ്പനയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. തുടർന്ന് 10 മണിക്ക് കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിൽ ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കും. അതിനുശേഷം കട്ടപ്പന നഗരത്തിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഉണ്ടാകും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അടിമാലിയിൽ A രാജയുടെയും 4-ന് നെടുങ്കണ്ടത്ത് KK ജയചന്ദ്രന്റെയും 5-ന് വണ്ടിപ്പെരിയാറിൽ K സലീംകുമാറിന്റെയും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാക്കുകയാണ് മുന്നണികൾ. ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി BJPയെ സഹായിക്കുന്നു എന്ന ആരോപണമാണ് CPM-നെതിരെ കോൺഗ്രസ് ഉയർത്തുന്നത്. സമാന ആരോപണം കോൺഗ്രസിനും CPM-നുമെതിരെ BJPയും ഉയർത്തുന്നുണ്ട്. മധ്യകേരളത്തിലെ സുപ്രധാന മണ്ഡലങ്ങളിൽ 2020-ക്ക് സീറ്റ് നൽകിയതാണ് CPM BJP ഡീലുണ്ടെന്ന കോൺഗ്രസ് ആരോപണത്തിന്റെ കാതൽ. BJPക്ക് അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ പോലും സ്വന്തം സ്ഥാനാർത്ഥി ഇല്ലാത്തതാണ് ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി അങ്ങോട്ട് 2 ആഴ്ച മാത്രമേ പരസ്യ പ്രചാരണത്തിനുള്ളൂ. അപ്പോഴും ഈ രാഷ്ട്രീയ ഡീല് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി എല്ലാ മുന്നണികളും ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ ജനകീയ വിഷയങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിലാണ് 3 മുന്നണികളും ഡീൽ ഉയർത്തുന്നു എന്നുള്ളത്. അമ്പിളി, ഗുഡ് മോർണിംഗ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ വികസന രാഷ്ട്രീയം ചർച്ചയാക്കുന്നുണ്ട് മുന്നണികൾ. ഒപ്പം തന്നെ നിലവിലുള്ള വിവാദ വിഷയങ്ങളുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെയുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയമാണ് മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ. ഇതിനോടകം തന്നെ, അതായത് പ്രതിപക്ഷ നേതാവാണ് ആദ്യം CPM BJP ഡീൽ എന്ന വാക്ക് മുന്നോട്ട് വെച്ചത്. അത് പിന്നീട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ തന്നെ ഏറ്റുപിടിക്കുകയും കൂടുതൽ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു. അതിന് BJPയുടെയും CPM-ന്റെ ഭാഗത്ത് നിന്ന് വിമർശനം ഉയരുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട മറുപടി പറയുന്നു. നേമത്തെ കണക്കുകൾ മുഖ്യമന്ത്രി വിവരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ ആരോപണങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നത് പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ BJP ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളുണ്ട്. തൃപ്പൂണിത്തുറയുണ്ട്, കൊച്ചിയുണ്ട്. അങ്ങനെ BJP പടിപടിയായി ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ശതമാനം ഉയർത്തുകയും വോട്ട് ഉയർത്തുകയും ചെയ്ത മണ്ഡലങ്ങൾ ഇത്തവണ 2020-ക്ക് നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൃപ്പൂണിത്തുറ തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളായി ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലം. ഇത്തവണ ഒരുപക്ഷെ കരുത്തനായ BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ. A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് പാർട്ടി കണക്കാക്കുന്നതിലും പ്രവർത്തകർ A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് കണക്കാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. പ്രത്യേകിച്ച് ശബരിമല വിഷയമടക്കം നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഇപ്പോഴും ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതൊക്കെ തന്നെ വോട്ടായി മാറും എന്ന് തന്നെയായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതീക്ഷ. അവിടേക്കാണ് 2020 അപ്രഖ്യാപിതമായി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയത്തിൽ വലിയ ബലാബലം നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല 2020 വെച്ചത് എന്ന ആരോപണമാണ് പ്രധാനമായും കോൺഗ്രസ് വെക്കുന്നത്. അത് CPM-യുമായുള്ള ഡീലാണ്. പ്രത്യേകിച്ച് വൈപ്പിൽ നിന്ന് KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിലേക്ക് മാറുന്നു. ദീപക് ജോയി എന്ന സ്ഥാനാർത്ഥിയെ അവിടെ കോൺഗ്രസ് നിർത്തുന്നു. ഈ 2 പേരും കഴിഞ്ഞ തവണ വൈപ്പിൽ ഏറ്റുമുട്ടിയതാണ്. അവിടേക്കാണ് അഞ്ജലി നായർ വരുന്നത്. സ്വാഭാവികമായും അത് വലിയ ആരോപണമായി ഇപ്പോഴും നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ കൊച്ചി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ, അതായത് എറണാകുളത്തിന്റെ മധ്യഭാഗത്തും ഒപ്പം തന്നെ കിഴക്കൻ മേഖലയിലും ഒക്കെ തന്നെ ക്രൈസ്തവ കേന്ദ്രീകൃത മേഖലയിലൊക്കെ തന്നെ BJP കൃത്യമായി വോട്ട് ശതമാനം ഉയർത്തിപ്പോരുന്ന ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ കുന്നത്താട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJPയും 2020 കഴിഞ്ഞ തവണ വെവ്വേറെ മത്സരിക്കുന്നു. ഇത്തവണ അത് ഒന്നിച്ചാകുമ്പോൾ സ്വാഭാവികമായി വലിയ അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം 2 കൂട്ടരും കൂടിയാൽ ഏകദേശം 30,000-ന് മുകളിൽ വോട്ടിലേക്ക് എത്താൻ പറ്റും. ഇത്തവണ കുറെ കൂടി ശക്തി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ അട്ടിമറിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. അത്തരം ആരോപണങ്ങൾ നിൽക്കുന്നു. മാത്രമല്ല 2020-യുടെ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയം പറയുന്നില്ല എന്നൊരു ആരോപണം കൂടി പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേകിച്ച് ശബരിമല വിഷയം അടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണ ചർച്ചയാകേണ്ടതില്ല. വികസനമാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് 2020-യുടെ സ്ഥാനാർത്ഥികൾ പറയും. ഇതെല്ലാം തന്നെ CPM-യുമായുള്ള BJPയുടെ ഡീലാണ് എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതേസമയം മഞ്ചേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ സുരേന്ദ്രനുമായും സമാനമായ രീതിയിലുണ്ട്. പാലക്കാടും തൃപ്പൂണിത്തുറയും തമ്മിലുള്ള ഒരു ഡീല് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ആദ്യം ആരോപണമായി നിൽക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ തന്നെ CPM-ഉം അതുപോലെ തന്നെ BJPയും മറുപടി പറയുന്നത് ഇന്നും, അതായത് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ദിവസങ്ങളിലാകെ തന്നെ ഈ ആരോപണം ശക്തമായി ഉയർത്തുകയും ഒപ്പം തന്നെ കണക്കുകൾ വെച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വസ്തുത നിരത്തി മറുപടി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഏതായാലും കുറെ കൂടി കടുത്ത പ്രചരണ ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് മുന്നണികൾ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദേവസ്വം ബോർഡ് ഒരു മുൻകരുതൽ സർക്കാരിന് വേണ്ടി ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശന
വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് തന്നെയാണെന്ന് അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം നേരത്തെ തന്നെ മന്ത്രിമാരുൾപ്പെടെ പറഞ്ഞതാണ്. അസ്വാഭാവികമായും ഓരോ വിഷയം കൃത്യമായി പരിഗണിച്ച് തന്നെയാണ് സർക്കാരും CPM നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നത്. ഇനി ആ വിഷയങ്ങളിൽ സർക്കാരിന്റെ CPMന്റെ ഭാഗത്തുനിന്നുള്ള നിലപാടുകൾ തേടിയായിരിക്കും ഓരോ പ്രചരണ വേദികളിലും BJPയും കോൺഗ്രസും ശക്തമായി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക. അമ്പിളി, ശരി, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാക്കുകയാണ് മുന്നണികൾ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. നേരത്തെ അൺഫിലിറ്റ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചൂടിലേക്ക് കടക്കുമ്പോൾ വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ അപരന്മാരും സജീവമാകുന്നു. പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പേരിനോട് സാമ്യമുള്ളവർ പത്രിക സമർപ്പിച്ചതോടെ വോട്ട് ചോർച്ചാ ഭീഷണിയിലാണ് മുന്നണികൾ. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ പോരാട്ടം പ്രതീക്ഷിക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ VK പ്രശാന്തിന് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. എന്നാൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ VK പ്രശാന്തിന് തലവേദനയായി K പ്രശാന്ത് എന്ന അപരൻ രംഗത്തെത്തി. ഇതോടെ വോട്ട് ചോരുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി. പേരിലെ സാമ്യം വോട്ടർമാരെ കുഴക്കാൻ ഇടയുള്ളതിനാൽ ചിഹ്നം വ്യക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് LDFന്റെ ശ്രമം. CPM വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്ന G സുധാകരനും അപരപ്രശ്നം നേരിടുന്നുണ്ട്. പാതിരപ്പള്ളി സ്വദേശിയായ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചതോടെയാണ് ബാലറ്റിൽ G സുധാകരൻ എന്ന പേരിനൊപ്പം വെറും സുധാകരൻ കൂടി വരുന്നത് ആശയക്കുഴപ്പത്തിനിടയാക്കുമോ എന്ന ആശങ്ക ഉയരുന്നത്. UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന് 3 അപരന്മാരാണുള്ളത്. KM അഷ്റഫ് SDPI സ്ഥാനാർത്ഥിയായും ധർമ്മത്തടുക്ക സ്വദേശിയായ മുഹമ്മദ് അഷ്റഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും കീഴൂർ സ്വദേശിയായ മുഹമ്മദ് അഷ്റഫ് KA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും രംഗത്തുണ്ട്. പൊന്നാനി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി MK സക്കീറിനും അപരപ്രശ്നം നേരിടേണ്ടതായുണ്ട്. സക്കീർ എന്ന പേരിൽ 2 പേരും സഗീർ എന്ന പേരിൽ ഒരാളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. താനൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PK നവാസിനെതിരായും അപരൻ രംഗത്തെത്തി. വാണിയമ്പലം സ്വദേശിയായ നവാസ് പത്രിക സമർപ്പിച്ചതോടെ പേരിലെ സാമ്യം ആശയക്കുഴപ്പത്തിനിടയാക്കുമെന്ന ആശങ്ക ശക്തമാണ്. ചെറിയ വോട്ട് വ്യത്യാസത്തിൽ ഫലം നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളിൽ അപരന്മാർ നേടുന്ന വോട്ടുകൾ നിർണായകമാണ്. അതുകൊണ്ടുതന്നെ അപരഭീഷണിയെ നേരിടാൻ മുന്നണികൾ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ്. വോട്ടിംഗ് മെഷീനിൽ പേരിനൊപ്പം ഫോട്ടോയും ചിഹ്നവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പേരിലെ സാമ്യം വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുമെന്ന് തീർച്ചയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി നമ്മൾ ഓരോ മണ്ഡലത്തിന്റെ പ്രത്യേകതയും ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും UDF കോട്ടയായിരുന്നു കോട്ടയം മണ്ഡലം. എന്നാൽ നിയമസഭയിലേക്ക് ഇടതുപക്ഷം തുടർച്ചയായി വിജയിച്ചു വന്ന ചരിത്രവും കോട്ടയത്തിനുണ്ട്. അതേസമയം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും 2 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും വൻ വിജയം കോട്ടയത്തെ UDFന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. 1957 തെരഞ്ഞെടുപ്പിൽ CPIയിലെ P ഭാസ്കരൻ നായർ, 60-ൽ കോൺഗ്രസ് നേതാവ് MP ഗോവിന്ദൻ നായർ, 65-67 തെരഞ്ഞെടുപ്പുകളിൽ CPMലെ MK ജോർജ്, 70-ൽ CPMലെ M തോമസ്, 77-ൽ CPIയിലെ PP ജോർജ്, 80-ൽ വീണ്ടും CPMലെ MK ജോർജ്, 82-ൽ RSPയിലെ N ശ്രീനിവാസൻ, 87, 91, 96 തെരഞ്ഞെടുപ്പുകളിൽ CPMലെ TK രാമകൃഷ്ണൻ, 2001-ൽ കോൺഗ്രസിലെ മേഴ്സി രവി, 2006-ൽ CPMൽ നിന്നും VN വാസവൻ എന്നിവർ കോട്ടയം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിലെത്തി. 2011 മുതൽ തുടർച്ചയായി 3 തവണ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു കോട്ടയത്ത് വിജയം. 2011-ൽ നിലവിൽ വന്ന മണ്ഡലം പുനഃസംഘടനയോടെ കുമരകം തിരുവാർപ്പ് പഞ്ചായത്തുകൾ കോട്ടയം മണ്ഡലത്തിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് മാറ്റപ്പെട്ടതാണ് കോട്ടയത്ത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത്. 2011-ൽ 711 വോട്ടിന് VN വാസവനെ പരാജയപ്പെടുത്തിയ തിരുവഞ്ചൂർ 2026-ൽ അഡ്വക്കേറ്റ് റെജി സക്രിയയെ 33,632 വോട്ടുകൾക്കും 2021-ൽ അഡ്വക്കേറ്റ് K അനിൽകുമാറിനെ 18,743 വോട്ടുകൾക്കും പരാജയപ്പെടുത്തി. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം നഗരസഭയിലും വിജയപുരം പഞ്ചായത്തിലും UDF ഭരണം നിലനിർത്തിയപ്പോൾ പനച്ചിക്കാട്ട് LDF ഭരണം വീണ്ടെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് 14,840 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ കോട്ടയം സുരക്ഷിത കോട്ടയായി തന്നെയാണ് UDF കാണുന്നത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ തരംഗവും അനുകൂല ഘടകമായി UDF വിലയിരുത്തുന്നു. UDFന് വേണ്ടി തിരുവഞ്ചൂർ തന്നെയാവും മത്സര രംഗത്തുണ്ടാവുക. കഴിഞ്ഞ 10 വർഷം സംസ്ഥാന സർക്കാർ കോട്ടയത്തോട് രാഷ്ട്രീയ വിവേചനം കാട്ടിയെന്ന ആരോപണവും തിരുവഞ്ചൂർ തെരഞ്ഞെടുപ്പിൽ ഉയർത്തും. എന്നാൽ കോട്ടയത്തെ വികസന മുരടിപ്പാവും ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുക. സർക്കാരിൻ്റെ ഭരണവികസന നേട്ടങ്ങളും പ്രചരണ വിഷയങ്ങളായി മാറും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഉണ്ടായത് കനത്ത പരാജയമാണെങ്കിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായത് BJPക്ക് ആശ്വാസമായിരുന്നു.
ഇത്തവണയും തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിക്കാമെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. ഇനി പീരുമേട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും പീരുമേട് മണ്ഡലത്തിൽ ഉയരുന്നത് തേയിലത്തോട്ടം പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങളാണ്. കഴിഞ്ഞ 20 വർഷമായി LDF പ്രതിനിധികൾ തുടർച്ചയായി ജയിച്ചു വന്നിട്ടും തോട്ടം പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെന്നാണ് ആക്ഷേപം. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമെന്ന് LDF ആരോപിക്കുന്നു. പീരുമേട് തേയിലത്തോട്ടം പ്രതിസന്ധിക്ക് 1/4 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. 10ലധികം തോട്ടങ്ങൾ അടഞ്ഞുകിടക്കുന്നു. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമായി. കഴിഞ്ഞ 20 വർഷമായി LDF ജനപ്രതിനിധികൾ തുടർച്ചയായി വിജയിച്ചിട്ടും തോട്ടങ്ങൾ തുറക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് UDF സ്ഥാനാർത്ഥി സിറിയക് തോമസിന്റെ ആരോപണം. പലപ്പോഴും തൊഴിലാളികൾ അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടാതെ വരുമ്പോൾ അവർ മറ്റ് പ്രദേശങ്ങളിൽ ജോലിക്ക് പോകേണ്ട ഒരു സ്ഥിതിയും വന്നാൽ അവർക്ക് ശമ്പളം കിട്ടിയെങ്കിൽ അവർക്ക് ജീവിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊന്നും പരിഹരിക്കാനായിട്ട് ഇവിടെ ഒരു സർക്കാരിൻ്റെ ഇടപെടലില്ല. മാനേജ്മെൻറ്റുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പോയാൽ മാനേജ്മെൻറ്റുകളുടെയും ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ട്. അത് ശരിയായിട്ടുള്ള മാനേജ്മെൻറ്റ് ഇല്ല എന്നുള്ളത് തന്നെ പല തോട്ടങ്ങളുടെയും ഒരു വീഴ്ചയാണ്. പക്ഷേ അതിന് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണ്ടേ. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് പീരുമേട് തോട്ടം പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പ്രധാന തടസ്സമെന്ന് LDF ആരോപിക്കുന്നു. തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി K. സലിംകുമാർ പറഞ്ഞു. തോട്ടം പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കോടതിയിൽ നിൽക്കുന്ന നിരവധിയായ കേസുകൾ തന്നെ നമ്മുടെ തോട്ടം പ്രതിസന്ധിക്കും തോട്ടം മേഖലയിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തടസ്സമായി വരുന്നുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ തോട്ടം തൊഴിലാളികളുടെ വിഷയങ്ങൾക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ്, വിശേഷം തൊഴിൽ വകുപ്പ് മന്ത്രി സഖാവ് ശിവൻകുട്ടി അനവധിയായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിജയിച്ചാൽ തോട്ടങ്ങൾ തുറക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി രതീഷ് വരകുമല പറഞ്ഞു. പീരുമേട് മേഖലയിലെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ടാൽ യഥാർത്ഥത്തിൽ വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു സൗകര്യങ്ങളുമില്ലാതെയാണ് അവർ വീടുകളിൽ താമസിക്കുന്നത്. അതിന് മാറി മാറി വന്നിട്ടുള്ള ഒരു ഭരണാധികാരികളും അതിനുവേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചയാകുന്ന തേയിലത്തോട്ടം പ്രതിസന്ധി പിന്നീട് ആരും ഗൗരവമായി എടുക്കാറില്ല. 1/4 നൂറ്റാണ്ടായി തുടരുന്ന ദുരിത ജീവിതത്തിന് പരിഹാരം കാണാൻ ഇനിയെങ്കിലും ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് അസം. അസമിലും പ്രചാരണം ശക്തമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലൂടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. കോൺഗ്രസ് പരാജയപ്പെട്ട പാർട്ടിയാണെന്നും അദ്ദേഹം. അതേസമയം സംസ്ഥാനത്ത് തിരിച്ചുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ്. കേരളത്തിനൊപ്പം ഏപ്രിൽ 9 ഒറ്റഘട്ടമായാണ് അസമിലെ 126 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. SIR-നും 2023 മണ്ഡല പുനർനിർണയത്തിനും ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഒപ്പം ഭരണ നേട്ടങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികളും കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രചാരണത്തിലൂടെ ഭരണം നിലനിർത്താനാകുമെന്നും BJP നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് കരുതുന്നുണ്ട്. നിലവിൽ 83 MLA-മാരാണ് BJP നേതൃത്വം നൽകുന്ന സഖ്യത്തിനുള്ളത്. 60 സീറ്റുകൾ BJPക്ക് സ്വന്തമായുണ്ട്. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്നാണ് BJPയുടെ മറ്റൊരു പ്രചാരണ വിഷയം. കോൺഗ്രസ് പരാജയപ്പെട്ട പാർട്ടിയാണെന്നും ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. पूरा एक तरफा इलेक्शन है, ऑपोजिशन नहीं की बराबर है और बीजेपी हिस्टोरिकल विन होने जा रहा है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ, നിതിൻ നബീൻ തുടങ്ങിയ നേതാക്കളുടെ മെഗാ റോഡ് ഷോയും അടുത്ത ദിവസങ്ങളിൽ നടക്കും. അതേസമയം സംസ്ഥാനത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കോൺഗ്രസ്. സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കായിക മന്ത്രി നന്ദിത ഗർലോസ BJP വിട്ടെത്തിയത് കോൺഗ്രസിന് ശക്തി പകർന്നിട്ടുണ്ട്. നിലവിൽ 26 സീറ്റുകളാണ് അസമിൽ കോൺഗ്രസിനുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CPM ഭരിക്കുന്ന അടൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ സംഘടനകൾ. ബാങ്കിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. 75 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. വെളിപ്പെടുത്തൽ നടത്തിയത് ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച പൊൻതാമര. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, ഈ CPM-ന്റെ എല്ലാ അനുനയ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടുകൂടിയാണ് ഈ പൊൻതാമര വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്.
ജില്ലാ നേതൃത്വം CPM ജില്ലാ നേതൃത്വം ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ എന്തായാലും ഇത് വലിയ രീതിയിൽ ഒരു പ്രചരണമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ സാമ്പത്തിക ഇടപെടലുമായി ഈ അടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് പൊൻതാമര രംഗത്ത്. മാത്രമല്ല ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടതിന് പിന്നാലെ ഇവർ ഈ ബാങ്കിൽ നിന്ന് രാജിവെക്കുന്നതായി അറിയിച്ചിരുന്നു. ഈ ബാങ്കിൽ നിന്ന് ഇവർ രാജിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഈ ബാങ്ക് സ്ഥാനം മാത്രമാണുള്ളത്. ഇത്തരത്തിൽ വലിയ അഴിമതി ആരോപണമാണ്. 25 ലക്ഷത്തിലധികം രൂപയുടെ അഴിമതി ആരോപണമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് CPM നേതാവുമായ രവീന്ദ്രനാണ് ഇത്തരത്തിൽ അഴിമതിക്കുള്ളതെന്നാണ് ആരോപിക്കുന്നത്. ഈ പൊൻതാമര ഒരു മുൻ CPM MLA ഭാര്യയാണ്, ഒരു മുതിർന്ന നേതാവിന്റെ ഭാര്യയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണം വലിയ രീതിയിൽ ഒരു ആയുധമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. ഇന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അത് ഇന്നും ഈ പ്രതിപക്ഷ പാർട്ടികൾ ബാങ്കിലേക്ക് സമരം നടത്തും. CPM ഭരിക്കുന്ന അടൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് CPMനെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. യൂത്ത് കോൺഗ്രസ് ഇന്നും മാർച്ച് നടത്തും. 75 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് ഈ പൊൻതാമരയുടെ വെളിപ്പെടുത്തൽ നടത്തിയത് ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷമാണ്. എന്തായാലും CPM ജില്ലാ നേതൃത്വം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൻ ദേവ്. വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന നടൻ മോഹൻലാലിന്റെ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. തന്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് ലാൽ കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് ജ്യോതി സിംഗ് ആണ് ഹർജി പരിഗണിക്കുക. നേരത്തെ സമാനമായ ആവശ്യം ഉന്നയിച്ച് നിരവധി ബോളിവുഡ് താരങ്ങൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അനിൽ കപൂർ, അമിതാഭ് ബച്ചൻ എന്നിവർക്ക് അനുകൂല ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ചുട്ടുപൊള്ളി കേരളം. വ്യാഴാഴ്ച വരെ താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉണ്ടായേക്കും. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനിടയുണ്ട്. അതീവ ജാഗ്രത വേണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ ഒരു അവസരം കൂടി നൽകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുമ്പ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലം നെതന്യാഹു ട്രംപിനോട് വിശദീകരിച്ചിരുന്നുവെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരായ സൈനിക നടപടിക്ക് ട്രംപ് നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നുവെന്നും ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ മേഖലയിൽ സൈനിക വിന്യാസം നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഗുഡ് മോർണിംഗ് കേരളത്തിൽ മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ, പിഞ്ചു ബാലികയ്ക്ക് പുതുജീവനേകാൻ കോഴിക്കോട് മ്യൂറൽ ചിത്ര പ്രദർശനമൊരുക്കി അഗോറ ആർട്ട് ഗാലറി. 10ാം വാർഷികത്തോടനുബന്ധിച്ചൊരുക്കിയ ചിത്ര പ്രദർശനമാണ് ബാലികയ്ക്ക് തണലായി മാറുന്നത്. നിരവധി പേരാണ് ചിത്രങ്ങൾ ആസ്വദിക്കാനും വാങ്ങാനുമൊക്കെയായി എത്തുന്നത്. കോവൂർ സ്വദേശിനിയുടെ വൃക്കരോഗത്തിനുള്ള ചികിത്സാ സഹായത്തിനുള്ള തണലായി മാറുകയാണ് കോഴിക്കോട് ലളിതകല ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ മ്യൂറൽ ചിത്ര പ്രദർശനം. ചിത്രം വാങ്ങുന്നവർ പിഞ്ചു ബാലികയ്ക്ക് പുതുജീവൻ കൂടിയാണ് നൽകുന്നത്. രാധയും കൃഷ്ണനും ഗോപികയും അന്നപൂർണേശ്വരിയും ഗണപതിയുമെല്ലാം ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇങ്ങനെ 27 മ്യൂറൽ ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. അഗോറ ആർട്ട് ഗാലറിയിലെ 9 വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളാണിവ. നമ്മുടെ ആ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വലിയ ഭാഗ്യമാണ്. ഇത്രയും നല്ല സാറിൻ്റെ കീഴിൽ നമുക്ക് പഠിച്ച് നല്ല ഒരു പ്രദർശനം കാഴ്ചവെക്കാൻ സാധിച്ചു. പിന്നെ അതിൽ നമുക്ക് സെയിലാവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കുട്ടിക്ക് സഹായം ചെയ്യാൻ പറ്റുമെന്നൊരു
സന്തോഷമുണ്ട് നമുക്ക്. ഇത് ഞങ്ങൾ പഠിച്ചതുകൊണ്ട് 10ാം വാർഷികം ആയതുകൊണ്ട് അതിനോടനുബന്ധിച്ച് ഇതും കൂടി ആയാൽ ആൾക്കാർ കുറേ കാണാൻ വരുമല്ലോ. അപ്പം അങ്ങനെ ശരി സാറ് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇതുവരെ ഇങ്ങനെ ഇത്ര നല്ല ഇത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വന്നവരൊക്കെ നല്ല അഭിപ്രായമുണ്ട്. ഈ ആശയത്തിന് പിന്നിൽ ചില കാരണങ്ങൾ കൂടിയുണ്ട്. എനിക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം അതിന് അനുഭവങ്ങൾ വെച്ചിട്ട് ഇത്ര ചെറിയ കുട്ടിക്ക് അത് നമുക്കുള്ളതിനേക്കാളും കുറച്ചും കൂടി ഭീകരമായ അവസ്ഥയാണ്. പെൺകുട്ടീൻ്റെയാണ്. പക്ഷേ ആ കുട്ടി ജനിക്കുമ്പോഴുള്ള പ്രശ്നമായിരുന്നു. ആ കുട്ടി അങ്ങനെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിക്ക് വേണ്ടി സഹായിക്കാൻ നോക്കി. കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നുള്ള ചിത്രകാരന്മാർ വരച്ച ജലഛായത്തിലും അക്രിലിക്കിലുമുള്ള ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയും പിണറായി വിജയനും പായ്ക്കപ്പലും തറവാട് വീടുമെല്ലാം ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വിപണി പ്രതീക്ഷ എന്താണ്? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. US-ന്റെ ഭാഗത്തു നിന്നും ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായതോടുകൂടി വളരെ അനുകൂലമായ ഒരു പ്രതികരണം ആഗോള വിപണികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലം നമ്മുടെ വിപണിയിലും ഉണ്ടാവും. ഇന്നലെ വലിയൊരു നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. യുദ്ധത്തിൻ്റെ തീവ്രത കൂടുന്നു എന്നുള്ള ഒരു ആശങ്കയിൽ എണ്ണവിലയിലും പണപ്പെരുപ്പത്തിലൊക്കെ ഉണ്ടായേക്കാവുന്ന വർധനവ് കണ്ടുകൊണ്ട് തന്നെ വലിയ തോതിലൊരു വിൽപ്പനയ്ക്ക് ഇന്നലെ വിപണിയിൽ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും രണ്ടാം തര ചെറുകിട ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന ഉണ്ടായത്. മുൻനിര ഓഹരി സൂചികളിലും നഷ്ടം തുടരുകയും ചെയ്തു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഗണ്യമായ തോതിലുള്ള വിൽപ്പനയാണ് ഒരു പരിധിവരെ വിപണിയെ താഴ്ചയിലേക്ക് എത്തിച്ചത്. ഏതാണ്ട് 10,400 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. ഒപ്പം തന്നെ ചെറുകിട നിക്ഷേപകരും വളരെ പരിഭ്രാന്തരായി വിപണിയിൽ വിറ്റൊഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഇന്നലെ വിപണിയിൽ കണ്ടത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെട്ടെങ്കിൽ കൂടിയും ആ വീഴ്ചയുടെ തീവ്രത കുറയ്ക്കാനായില്ല. ആ രീതിയിലൊരു വലിയൊരു വിൽപ്പനയ്ക്ക് ഇന്നലെ സാക്ഷ്യം വഹിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നൊരു സാഹചര്യം വിപണിയിലുണ്ടായി. ഇത് ഇന്നത്തെ വിപണിയിലെ നേട്ടത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഈ രീതിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളിലും വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും വരും ദിവസങ്ങളിലും ഒരുപക്ഷെ തുടർന്നേക്കാം. ഒരു വ്യക്തമായ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു സൂചനയോ ധാരണയോ ഉണ്ടാകുന്നവരെ ഇത്തരത്തിലുള്ള ഏറിയും കുറഞ്ഞുമുള്ള നീക്കം വിപണിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ഈ വിപണിയിലെ ചാഞ്ചാട്ടത്തെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തി 30 എന്ന നിലവാരത്തിലേക്ക് ഇന്നലെ എത്തുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം കാണിക്കുന്ന വിപണിയിൽ ആശങ്ക നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ വിപണിയിൽ ഒരു തിരിച്ച് കയറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് സൂചികയിലെ കുറവ് അനുസരിച്ച് വരും ദിവസങ്ങളിൽ വിപണി ഏത് രീതിയിൽ നീങ്ങും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്ന് ഓഹരി വിപണി നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആ വിപണിയുടെ പ്രതീക്ഷ പങ്കുവയ്ക്കുകയായിരുന്നു ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ഇപ്പോൾ ചർച്ച തിരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. കൊച്ചിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികളൊക്കെ പറയാനുള്ളതൊക്കെ പലതവണ നമ്മൾ കേട്ടു. ഇനി ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വോട്ടർമാരാണ് അവരാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാവി ഏതായാലും തീരുമാനിക്കുന്നത്. അത്തരത്തിൽ ജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലത്താണുള്ളത്. കലൂര് സ്റ്റേഡിയത്തിനടുത്താണുള്ളത്. ഇവിടെ രാവിലെ വ്യായാമം ചെയ്യാനായിട്ട് എത്തുന്ന നിരവധി ആളുകളുണ്ട്. അവരോട് തന്നെ ഏതായാലും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമോഹങ്ങളാണ് കൂടുതൽ. കാരണം ഓരോ MLA-മാരും അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ഈ ജനസേവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിരളമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ആളുകൾ അവരുടേതായ കാര്യങ്ങൾ കാണുക, സ്വാർത്ഥ താല്പര്യമാണ് മിക്ക രാഷ്ട്രീയക്കാർക്കുള്ളതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പലതവണ ചേട്ടനെ നിങ്ങളൊക്കെ സാധാരണ രാവിലെ ഇവിടെ ഒരുമിച്ച് കൂടുകയും ഒരുപാട് പേരുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന, സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുന്നത് ഈ ജനങ്ങളുടെ വിഷയങ്ങൾ, ഏറ്റവും അടിത്തട്ടിലുള്ള വിഷയങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവർ പ്രചരണത്തിന് വരുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കൽ കുറവാണ്. പിന്നെ സത്യത്തിൽ ഒട്ടും ടൈമില്ലാതായി പോയി. ഈ വിഷയങ്ങളിൽ കവലകൾ തോറും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലും ഓരോ വിഷയങ്ങൾ ഉയർന്നു വരും.
അപ്പം അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ നേരമില്ലാതെ പോയി. പെട്ടെന്നുള്ളൊരു തെരഞ്ഞെടുപ്പായിപ്പോയി. ആർക്കും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാനും ഉള്ള. പിന്നെ ഒരു കാര്യം പറയാം, ജനങ്ങൾ ഈ നേതാക്കന്മാരെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. അവരതൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അത് ആരെന്തൊക്കെ ഇനി പറഞ്ഞാലും അതേ നടപ്പിലാവുള്ളൂ. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ഏതായാലും ഈ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ആയിരിക്കുമല്ലോ ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും അത് ഏത് തെരഞ്ഞെടുപ്പിലും ഏത് പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന് വെച്ചാൽ ആ പാർട്ടിയുടെ ആ 5 വർഷത്തെ വിലയിരുത്തലായിരിക്കും. അതിൽ മാർക്ക് കിട്ടുന്ന ആരാണോ അയാൾ ജയിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ, എല്ലാം ജനങ്ങൾക്കറിയാം. അവർ തീരുമാനിച്ചിട്ടുണ്ട്, അത് നടപ്പിലാവും. അത് ആർക്കും തടയാൻ പറ്റില്ല. എന്ത് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പറഞ്ഞാലും, എന്ത് ജാതി മത രാഷ്ട്രീയം പറഞ്ഞാലും, വർഗീയത പറഞ്ഞാലും, ജനങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം നടപ്പിലായിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരും നടന്നുകൊണ്ടിരിക്കണം കമ്പാരിസൺ. ഇത് ആനുകൂല്യങ്ങൾ നമ്മൾക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടണതാണ്. അതിൽ BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല. ഈ 10 വർഷം നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അത് ലോകത്തിനൊരു മാതൃകയാണ്. ലോകത്തിൻ്റെ ഒരു മാതൃകയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതില്ലാതെ നമ്മൾ എന്ത് ഒരു മീൻ മേടിക്കാൻ പോകുമ്പോഴും ഷർട്ട് എടുക്കാൻ പോലും നമ്മളൊന്ന് താരതമ്യപ്പെടുത്താറില്ലേ? അതൊന്നും ജനങ്ങളും താരതമ്യപ്പെടുത്തിയാൽ മാത്രം മതി. പിന്നെ വർഗീയത വന്നാൽ ഇതിൻ്റെ എല്ലാം പോകും. അതിൻ്റെ ഉദാഹരണമാണ് കൊച്ചിൻ കോർപ്പറേഷൻ. കൂടാതെ തന്നെ ഈ ചേട്ടാ ഒരു സെക്കൻഡ്, ഏതായാലും ഈ സർക്കാർ തുടരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടോ? ആ തുടർച്ചയാണല്ലോ പറയുന്നത്, സർക്കാരിൻ്റെ ഒരു 3ാം വരവ്. എങ്ങനെയാണ് ഈ സർക്കാർ തുടരണം എന്ന് തന്നെയാണ് ചേട്ടനെ? ഭരണം വളരെ നല്ല ഭരണമാണ്. മറ്റുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ കുറേ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭരണം എന്നുള്ളത് നാട്ടുകാർ പറയണം. ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിലൊക്കെ പലരും സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ചല്ലോ പാർട്ടികളൊക്കെ. അതൊക്കെ ഒരു ജനങ്ങളായിട്ട് ഇടപെടുന്ന ആളുകളെ തന്നെയാണ് ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ അതിന് മറിച്ച അഭിപ്രായമുണ്ട്? ഇതിൽ ഈ UDFൻ്റെ ഒരു പാപ്പരത്ത് നമുക്ക് തുടക്കം മുതലേ കാണാം. പിന്നെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ പരത്തി പറയും. അവരെല്ലാം ഒരു ഗിമിക്ക് കാണിക്കൽ ഷോയാണ്. ഇപ്പം രാഹുൽ ഗാന്ധി വന്നാലും പ്രിയങ്ക ഗാന്ധി വന്നാലും അവർ വയനാടൊക്കെ വന്ന് കാണിച്ചത്, ജനങ്ങളോട് കാണിച്ച, പ്രധാനമന്ത്രി ചെയ്ത് ആ കൊച്ചിനെടുത്ത് തോളത്ത് വെച്ചിട്ട് പോയിട്ട് നമ്മുടെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്തത് അവിടെ വീട് പണിത് അവർക്കത് തുറന്നു കൊടുത്തിട്ട് ആ വേദിയിലാണ് ആ കൊച്ചിനെടുത്തൊന്ന് താലോലിക്കുന്നത്. അപ്പം ഈ സ്നേഹവും ചേർത്ത് പിടിക്കലും എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. സർക്കാർ തുടർഭരണം വേണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ഏതായാലും സ്ഥാനാർത്ഥികളൊക്കെ അവരുടെ പാർട്ടികളൊക്കെ അവരുടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതും അത് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നടക്കമുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ഇനി കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ അപര്യാപ്തതയാണ് അവിടെ ചൂണ്ടിക്കാട്ടുന്നത്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം, ബീച്ച് ആശുപത്രി, കളിക്കളം തുടങ്ങി ശ്രദ്ധ പതിയേണ്ടുന്ന ഇടങ്ങളിലൊന്നും മുൻപത്തെ മന്ത്രിയും MLA-യുമായിരുന്ന അഹമ്മദ് ദേവർകോവിലിന് ഒന്നും ചെയ്യാനായിട്ടില്ലെന്നും ഫൈസൽ ബാബു കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അവിടെ വോട്ട് തേടുന്നത്. നമ്മളിവിടെ ഒരു ഫയർ സ്റ്റേഷൻ പോലും വ്യവസ്ഥാപിതമായില്ല. നമ്മൾ അത് പരിഹരിക്കും. അതോടൊപ്പം ഈ നിയോജക മണ്ഡലത്തിന് ഒറ്റ ഗവൺമെൻറ് കോളേജ്, മീഞ്ചന്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ന്യൂ ജനറേഷൻ കോഴ്സുകളൊന്നും ഈ സ്ഥാപനത്തിലില്ല എന്നുള്ളത് ആരുടെ പിടിപ്പുകേടാണ്. ഈ കോഴിക്കോട് എന്ന് പറയുമ്പോൾ കളിയെ അത്രമേൽ പ്രണയിക്കുന്ന ചെറുപ്പക്കാരുള്ള ഒരു മണ്ണാണത്. കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന ഈ യുവാക്കൾക്ക് കോഴിക്കോട് നഗരമധ്യത്തിൽ അല്ലെങ്കിൽ ഈ സൗത്ത് നിയോജകമണ്ഡലത്തിൽ ഒരു കളിക്കളവുമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കും. അതോടൊപ്പം കോഴിക്കോട്ടേക്ക് വരുന്ന ആളുകൾക്കൊരു വണ്ടി പാർക്ക് ചെയ്യാൻ, ഇവിടെ 5 വർഷം പ്രതിനിധിയായി നിന്ന അദ്ദേഹം ഒരു വണ്ടി ഒരു കാർ പാർക്ക് ചെയ്യാനുമുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. കോഴിക്കോട്ടേക്ക് ഏകദേശം 2500ഓളം ലോറികൾ ഇങ്ങോട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ഈ ലോറിയിൽ വരുന്ന ആളുകൾക്ക് 25 ലോറികൾ നിർത്തിയിടാനുള്ള ലോറി സ്റ്റേഷൻ മാത്രമാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, ഇങ്ങോട്ട് ലോഡുമായി വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ലോഡ് എടുത്ത് തിരിച്ചു പോകുന്നത്. ഇവർക്ക് വിശ്രമിക്കാനൊരു സ്ഥലമില്ല. ഒരു ദിവസം നിങ്ങൾ അറിയോ, 10,000ഓളം സന്ദർശകരാണ് കോഴിക്കോട് ബീച്ചിൽ വരുന്നത്.
അപ്പോൾ ഒരു മാസം 3 ലക്ഷം സന്ദർശകർ വരും. ഈ 3 ലക്ഷം സന്ദർശകർ വരുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊരു സിംഗിൾ ബാത്റൂം പോലും കാണാൻ കഴിയില്ല. നിങ്ങൾ വലിയ തള്ളൊക്കെ നിർത്തിവെക്കുക. ഞങ്ങളിവിടുത്തെ ഇടതുപക്ഷ ഈ പ്രതിനിധിയായി ഇവിടെ മത്സരിച്ച് ജയിച്ച അദ്ദേഹത്തോട് സ്വന്തം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് പോലും നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞ 5 വർഷം, അതും മന്ത്രിയുടെ അലങ്കാരത്തോടെ കൂടെ ഇരുന്ന നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര നിർഭാഗ്യകരമാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വിധം ഈ കോഴിക്കോട് സൗത്ത് മണ്ഡലം പൊറുതിമുട്ടുമ്പോൾ അതിനൊരു പരിഹാരം കൊടുക്കുക എന്നതാണ്. നിങ്ങൾ മാങ്കാവ് പോയി നോക്ക്. വൈകുന്നേരം 4 മണിക്ക് ശേഷം ഒരാൾക്കും ക്രോസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ഫ്ലൈ ഓവർ കൊടുക്കാൻ എന്തിനാണ് ഇത്ര സാഹസം? ഒരു പതിറ്റാണ്ട് കാലം ഭരണത്തിലിരുന്നിട്ട് കേരളത്തിൽ നമുക്ക് 3 സിറ്റീസാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ക്യാപിറ്റൽ എന്ന നിലയിൽ ട്രിവാൻഡ്രം, 2 നമ്മളുടെ ട്രേഡ് സിറ്റി എന്ന അർത്ഥത്തിൽ നമുക്ക് കൊച്ചിയെ പറയാം, 3 കാലിക്കറ്റ് ഫാസ്റ്റ് ഗ്രോയിങ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഉള്ള സിറ്റിയാണ്. അവിടെ മീൻചന്തയിലും ഇതുപോലെ ഫ്ലൈ ഓവർ ഇല്ല. അപ്പോൾ പയ്യാനക്കലെ റോഡ് നിങ്ങൾ കാണാം, ശ്വാസം മുട്ടി നിൽക്കുകയാണ്, വണ്ടികൾ വരി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വൈകുന്നേരം 3 മണിക്ക് ശേഷം ഒരു വണ്ടിയായിട്ട് ബീച്ചിലേക്ക് പോകാൻ പറ്റില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും കാണാതെ പലരും ശത്രുപാളയത്തിലെത്തുകയും അവിടെ സ്ഥാനാർത്ഥിയാവുകയും അവരെ പിന്തുണ തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ CPIക്കെതിരെ കടുത്ത വിമർശനം കോട്ടയം ജില്ലയിൽ ഉയർത്തുകയാണ് CPI വിട്ട് BJPയിൽ ചേർന്ന മുൻ MLAയും വൈക്കത്തെ NDA സ്ഥാനാർത്ഥിയുമായ K. അജിത്ത്. നേതാക്കളിൽ പലരും അസന്മാർഗികളാണ്. തെരഞ്ഞെടുപ്പിലെ 2 ടേം വ്യവസ്ഥയിൽ ചിലർക്ക് മാത്രമാണ് ഇളവ്. ഇടത് ഭരണത്തിലും വൈക്കം മണ്ഡലത്തോട് അവഗണനയെന്നും വികസനമുണ്ടാവാൻ BJP മാത്രമാണ് പോംവഴിയെന്നും അജിത്ത് അമൃത ന്യൂസിനോട് പറഞ്ഞു. വൈക്കം മണ്ഡലത്തിൽ ഇത്തവണ പോരാട്ടം ശ്രദ്ധേയമാകുന്നത് BJP സ്ഥാനാർത്ഥിയായ K. അജിത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. കാരണം മുൻപ് 2 തവണ CPIയെ പ്രതിനിധീകരിച്ച് ഇവിടെ നിന്നും വിജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ NDAയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷം ആരോപിക്കുന്നത് K. അജിത്തിനെ BJP പർച്ചേസ് ചെയ്തു എന്നാണ്. പക്ഷേ താങ്കൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിലെ വലിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്താണ് ശരിക്കും ഈ ഒരു മാറ്റത്തിന് കാരണം? തീർച്ചയായിട്ടും ഞാൻ മാറണം എന്ന് തീരുമാനിച്ചത് ആ പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട് തന്നെയാണ്. അതിന് പാർട്ടിയുടെ ആശയങ്ങളോടോ സമീപനങ്ങളോടോ ഞാൻ യോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. അത് നടപ്പിലാക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ആ ഒരു പാർട്ടിയെ നയിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ വ്യക്തിശുദ്ധി ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ ആ പാർട്ടിയിൽ കോട്ടയം ജില്ലയിൽ നയിക്കുന്നത്. അതിൽ ഒരുപാട് പാർട്ടി നേതാക്കന്മാർ ഒരുപാട് അപകീർത്തിപരമായ കേസുകളിലും പ്രശ്നങ്ങളിലും കുടുംബം കലക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊന്നും പറയുന്നില്ല. പക്ഷേ അവർ പരിശോധിക്കപ്പെടണം. എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇങ്ങനെ മലിനീകരിക്കപ്പെട്ടു പോകുന്നത്, ഇങ്ങനെ ചീത്തയായി പോകുന്നത് അവർ പരിശോധിക്കപ്പെടേണ്ടതാണ്. പർച്ചേസ് ചെയ്തു എന്ന് ആണ് ഒരു ഭാഗം ആൾക്കാർ പറയുന്നത്. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിലുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ഒരാളുടെ കയ്യിൽ എങ്ങനെ പണം വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പരിശോധിക്കപ്പെടാവുന്നതാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ അതിന് ED സംവിധാനങ്ങളുണ്ടാകാം, സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ റവന്യൂ ഇൻ്റലിജൻസ് ഉണ്ടാകാം, അത് സാമ്പത്തിക സംവിധാനങ്ങൾ ഒരുപാട് പരിശോധിക്കപ്പെടാൻ പറ്റും. അതൊക്കെ അവർ പരിശോധിക്കപ്പെടട്ടെ. ഒരു വാർത്ത കേട്ടത് ഞാൻ അധികാരത്തിൻ്റെ പുറകെ പോയി എന്ന് പറഞ്ഞു. നമുക്ക് നല്ല ഉറപ്പുണ്ട് അധികാരത്തിൻ്റെ പുറകെ അല്ലേ പോയത്, ഞാൻ വികസനത്തിൻ്റെ പുറകെ പോയത്. വൈക്കത്ത് ഗാന്ധിജി വന്നതിന് ശേഷം ആ റോഡുകൾ അതുപോലെ കിടക്കുന്നു എന്ന CPIക്കാരുടെയും ഇടതുപക്ഷ ആൾക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും ആക്ഷേപം നിൽക്കുക. അത് മാറണമെങ്കിൽ ഇവരെ കൊണ്ടുപോയി പറ്റിയല്ല. അത് മാറണമെങ്കിൽ ചടുലമായ വേഗത്തിൽ ഇന്ത്യ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ കേരളത്തിൽ മാറ്റം ഉണ്ടാകണം. ആ മാറ്റത്തിൻ്റെ ഭാഗമാണ് വികസനം. ആ വികസനം നടപ്പിലാക്കണമെങ്കിൽ ഇനി BJPക്കേ പറ്റുള്ളൂ. അപ്പോൾ ആക്ഷേപങ്ങളൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനായിട്ട്, വികസനം കൊണ്ടുവരാനായിട്ട് ഞാൻ BJPയുടെ പക്ഷത്തേക്ക് ചേർന്നതാണ്. ഇപ്പോൾ K. അജിത്തിൻ്റെ പിതാവ് 3.5 ടൈമിൽ വൈക്കത്തു നിന്നുള്ള MLA ആയിരുന്നു. K. അജിത്ത് 2 തവണ വൈക്കത്തു നിന്നുള്ള MLA ആയിരുന്നു. വൈക്കത്തേക്ക് വികസനം വന്നില്ല ഈ കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ അത് തനിക്ക് തന്നെ നേരെയാണോ വിരൽ ചൂണ്ടൽ വരുന്നത്, അതോ മുന്നണിക്കും പാർട്ടിക്കും എതിരെയാണോ? ഒരു MLA ഒരു പഞ്ചായത്ത് മെമ്പറോ അങ്ങനെ കൊണ്ടുവരുന്നില്ല എങ്കിൽ, അങ്ങനെ വികസന കാര്യം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിയന്ത്രിക്കേണ്ടതും ഇടപെടേണ്ടതും ആ പാർട്ടിയാണ്. പാർട്ടി അന്ന് ഞാൻ 2006 MLA കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു വികസന രേഖ പുറത്തിറക്കി. ഞാൻ ഇറക്കിയ രേഖകളിൽ നിന്ന് അപ്പുറത്തേക്കൊന്നും പുതിയ MLAക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കൊണ്ടുവരാൻ കഴിഞ്ഞത്? ഈ പാർട്ടി അവരെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഈ വൈക്കത്തു നിന്നുള്ള MLAമാരോട് പാർട്ടി അല്ലെങ്കിൽ മുന്നണി കാട്ടുന്ന അവഗണനയാണോ അതോ വ്യക്തികളോടുള്ള അവഗണനയാണോ? എനിക്കത് ഫീൽ ചെയ്തത് ഒരു വൈക്കത്തെ വികസനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ വൈക്കത്തെ ജനങ്ങളെ അടിമകളായിട്ട് നിർത്തിക്കൊള്ളാം, രാഷ്ട്രീയ അടിമകളായിട്ട് നിർത്തിക്കൊള്ളാം എന്നൊരു കാഴ്ചപ്പാടാണ് അവിടെ. ഇപ്പോൾ മാറിയ MLA 2500-600 കോടി രൂപയുടെ വികസനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ
അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് മാറ്റുന്നത്? എന്തുകൊണ്ടാണ് വൈക്കത്തെ ജനപ്രതിനിധികൾ മാത്രം ഇങ്ങനെ ഒരു സമയം എടുക്കുന്നത്? ഞാൻ ആദ്യം പ്രവർത്തിച്ച CPIയിലെ ടേൺ വെച്ചാണ് CPI എടുക്കുന്നത്. അതിലെന്തുകൊണ്ട് ഈ കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിക്ക് മാത്രം ഈ 4 ടേൺ കൊടുക്കുന്നത്? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? CK ആശയ്ക്ക് എന്തുകൊണ്ടാണ് 4 ടേൺ കൊടുക്കാത്തത്? തൊട്ടപ്പുറത്ത് ഉള്ള P പ്രസാദ് 1ാം വട്ടം മന്ത്രിയായപ്പം 2ാം വട്ടം നിൽക്കുന്ന CK ആശ ഇവിടെ മന്ത്രിയല്ലായിരുന്നല്ലോ. അവിടെ വിജിമോൾ ആയിട്ടില്ല. അവിടെ 1ാം വട്ടം വന്ന ചിഞ്ചുറാണി മന്ത്രിയായപ്പം വിജിമോളും ആശയൊക്കെ മാറി നിൽക്കുകയല്ലേ അവർ. കെ അജിത്ത് തഴയപ്പെടുകയായിരുന്നു പാർട്ടി. തീർച്ചയായും തഴയപ്പെടുകയായിരുന്നു. ഞാൻ 3 വർഷമായിട്ടുള്ളൂ പാർട്ടിയുടെ ഒരു ജില്ലയിൽ വരുന്ന ഘടകത്തിൽ വരുന്നത്. 45-48 വർഷമായ ആൾക്കാർ അതേ ഘടകത്തിൽ ഇരിക്കുക എപ്പോഴും. ഞാൻ പാർട്ടി ഉണ്ടാക്കിയ ദേശീയ ദളിത് അവകാശ സമിതി, അതായത് AIDRM എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റാണ്. അങ്ങനെ പ്രവർത്തിച്ചു നിൽക്കുന്ന ഒരാൾ ഒരു താഴ്ന്ന വിഭാഗത്തിൽ നിന്ന് ഒരാളെ 3 വർഷം കഴിയുമ്പോഴത്ത് മാറ്റുക. എന്നിട്ട് അതിന് ശേഷം ഈ 45 വർഷമായ ആൾക്കാർ അവിടെ നിന്ന് നീ മാറണ്ടാണെന്ന് പറയുന്നത്. അവിടെ ഇത് ലോജിക്കാണ് അതുള്ളത്. പക്ഷേ ഇവർ ഇടതുപക്ഷം അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPI ചോദിക്കുന്നത് 3.5 ടൈം പിതാവ് ഇവിടെ നിന്ന് MLA ആയിരുന്നു, അജിത്ത് ഇപ്പോൾ 2 തവണ MLA ആയിരുന്നു, അതേപോലെ തന്നെ പിന്നീട് ദേവസ്വം ബോർഡ് അംഗമായിരുന്നു. ഇങ്ങനെ എല്ലാ മേഖലയിലും താങ്കൾക്ക് വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ടെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായിട്ടും പരിഗണന ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പരിഗണന ലഭിച്ചിട്ടുണ്ട്. ആ പരിഗണന കിട്ടിയ ഒരാളെ പരിരക്ഷിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. എന്നെ വളർത്തിക്കൊണ്ടുവന്ന് ഈ പബ്ലിക് ഫിഗറിനകത്ത് കൊണ്ടുവന്ന് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറ്റിയത് CPI ആണ്. ഞങ്ങളുടെ അധികാരം പോകും എന്ന ഒരു ചിന്ത വരുമ്പോഴാണ് ഇതേപോലെ ആൾക്കാരെ തടയപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും. ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ, അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഇടുക്കിയിലെ ശിവരാമൻ ചേട്ടൻ ആ പാർട്ടി നയിച്ചിരുന്ന ആളല്ലേ, ഇപ്പോൾ എവിടെയാണ്? അതൊരു രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആശയമാറ്റമാണ്. ഈ ആശയമാറ്റത്തിലുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സംഘപരിവാർ ശക്തികൾ താഴെത്തട്ടുള്ള ദളിത് വിഭാഗങ്ങൾക്കെതിരാണ് എന്നൊരു തോന്നൽ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അത് പ്രചരിപ്പിച്ചു കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ. കാരണം ദളിത് വിഭാഗം തങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത് എന്ന ഒരു മുദ്രാവാക്യമാണ് അവർ, അല്ലെങ്കിൽ അവർ തന്ത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ആ തന്ത്രം തകർന്നു തുടങ്ങിയിരിക്കുകയാണ്. ഒരു പഴഞ്ചൊല്ലല്ല, ഇവിടുത്തെ ചില നേതാക്കന്മാരുടെ ഒരു വർത്തമാനമാണ്. ഏത് കുറ്റിച്ചൂലിനെ പിടിച്ചു നിർത്താലും ബൈക്ക് ജയിക്കും. അതായത് ഏത് പട്ടികക്കാരനെ കുറ്റിച്ചൂലാട്ടാണ് കാണുന്നവർ. ഏത് കുറ്റിച്ചൂലിനെ പിടിച്ച് നിർത്തിക്കാനും ബൈക്കത്ത് ജയിക്കും, അത്ര ശക്തമാണ് ഞങ്ങളെന്ന്. പക്ഷെ അവർ പരിശോധിക്കണം, അവരുടെ കാലിനടിയിൽ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? വിജയ സാധ്യത എത്രത്തോളമാണ്? ഞാൻ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെടുമ്പോൾ തന്നെ എനിക്ക് ആത്മവിശ്വാസം നല്ലപോലെയുണ്ട്. എന്നോട് CPIയുടെ നേതാവ്, ഇപ്പോഴത്തെ ഏറ്റവും ഉയർന്ന നിൽക്കുന്ന ജില്ലയിൽ ഉയർന്ന നേതാവ് എന്നോടൊരു റിക്വസ്റ്റേ പറഞ്ഞുള്ളൂ. ഞാൻ പിണങ്ങി നിൽക്കുന്ന സമയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. ഒരു കാരണവശാലും ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇലക്ഷന് നമ്മൾ പരാജയപ്പെട്ടു പോകും. ഞാൻ ആ കത്ത് കൊടുത്ത കത്തിലിരിപ്പുണ്ട്, എൻ്റെ കൊടുത്ത കത്തിനകത്ത് അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കത്ത് ഞാൻ റിലീസ് ചെയ്യാൻ ഇപ്പം ആഗ്രഹിക്കുന്നത് സാഹചര്യം വന്നാൽ റിലീസ് ചെയ്യാം. ഇലക്ഷൻ കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാം. ഞാൻ പറയാം. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇപ്പോൾ പാർട്ടിയുടെ ഇടയരുത്, കാരണം നമ്മൾ തോറ്റു പോകുന്നു. ഞാൻ കാത്തിരുന്നു, പക്ഷേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. എനിക്ക് വലിയ സൗഹൃദ ബന്ധങ്ങളുണ്ട്. അതായത് ഞാൻ വ്യക്തി എന്ന നിലയിൽ ഉണ്ടാക്കിയെടുത്ത സൗഹൃദ വലയങ്ങളൊക്കെ ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ വിജയിക്കും. NDA ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഏതാണ്ട് 15,000-ലധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും അതാണ് ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായ വൈക്കത്തെ NDAയുടെ സ്ഥാനാർത്ഥിയായ കെ അജിത്ത് പറയുന്നത്. ഇവിടെ BJPക്ക് വേണ്ടി മത്സര രംഗത്തിറങ്ങുമ്പോൾ ഈ മണ്ഡലവുമായുള്ള ഒരു പരിചയവും പൊതുപ്രവർത്തന പരിചയവും എല്ലാം വെച്ച് ഇവിടെ വിജയം സുനിശ്ചിതമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. കെ കരുണാകരന്റെ പ്രവർത്തന പാരമ്പര്യത്തെ നിലനിർത്തുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടു പോകുമെന്ന് കൊടുങ്ങല്ലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി OJ ജനീഷ്. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് പൂർണ്ണത വരുന്നത് ജനപ്രതിനിധിയാകാനുള്ള അവസരം ലഭിക്കുമ്പോഴാണ്. വലിയ പ്രതീക്ഷയുണ്ടെന്ന് OJ ജനീഷ് അമൃത വാർത്തകളോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കൊടുങ്ങല്ലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ OJ ജനീഷാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആദ്യം എങ്ങനെ പോകുന്നു ഈ ഒരു പ്രചരണങ്ങളൊക്കെ? ഒരു തുടക്കത്തിലൊക്കെ എത്രത്തോളം ജനപിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായും പ്രചരണ പരിപാടികളൊക്കെ വളരെ ആവേശകരമായി തന്നെ അവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും വലിയ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകൾക്കിടയിലൊക്കെ തന്നെ നമ്മളൊരു പുതുമുഖങ്ങൾ കടന്നു വരുമ്പോഴുണ്ടാകുന്ന ഒരു സ്വീകാര്യത അതെനിക്ക് വളരെ പ്രകടമായി തന്നെ അവിടെ നിന്ന് ബോധ്യമാകുന്നുണ്ട്. പലരും ഒരു മകൻ്റെ സ്ഥാനത്ത്, ഒരു അനുജൻ്റെ സ്ഥാനത്തൊക്കെ കാണാവുന്ന ഒരാളെന്ന നിലയ്ക്ക് വളരെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളോട് സിങ്ക് ആവുന്നുണ്ട്. എനിക്കും അങ്ങനെ തിരിച്ചാകാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയിലാണ്.
കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയാണ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഒരു അനുഗ്രഹമൊക്കെ എന്നും ഉണ്ടെന്ന് തന്നെയാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും ലീഡർഷിപ്പ് കെ കരുണാകരൻ 3.5 പതിറ്റാണ്ട് കാലം പ്രതിനിധാനം ചെയ്ത പഴയ മാള നിയോജകമണ്ഡലത്തിൻ്റെ 6 പഞ്ചായത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹം എം എൽ എയും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ നേരിട്ടിടപെട്ടിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളൊക്കെ ഇന്നും അവിടെയുണ്ട്. അവരെല്ലാം തന്നെ സജീവമായി കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലോ നോക്കിക്കാണുകയും ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ്. ലീഡറെ മറന്നൊരു മാളയില്ല, മാളയെ മറന്നൊരു ലീഡറും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ലീഡറുടെ ഒരു കാലഘട്ടം മുഴുവൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ വന്നിട്ട് തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികൾ ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ലീഡർ മാളയുടെ മാണിക്യമാണ്. അങ്ങനെ മാളയുടെ മാണിക്യമാകാൻ സാധിക്കില്ല എങ്കിൽ കൂടി മാളയുടെ മാണിക്യത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്ന ആ പ്രവർത്തന പാരമ്പര്യം കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തുണ്ടാകും. ഈ കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചുള്ള പരിചയമുണ്ട്. പക്ഷേ ഇതിൻ്റെ കോറിലേക്ക് എത്തുകയാണ്. ആ ഒരു MLA സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്? അല്ല, നമ്മൾ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിലാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ KSU മുതൽ ആരംഭിക്കുമ്പോഴായാലും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം തലം മുതൽ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് വരെ എത്തി നിൽക്കുന്ന എല്ലാ ഘട്ടങ്ങളും സംഘടനാ തലത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്. സംഘടനാ തലത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനമൊന്നും രണ്ടായി പോകേണ്ടതല്ല, ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു സംഘടനാ പ്രവർത്തനം ഒരു പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു പൂർണ്ണത വരുന്നത് ഇത്തരത്തിൽ ജനപ്രതിനിധിയാകാനുള്ള ഒരു അവസരം ലഭിക്കുമ്പോഴാണ്, നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിൽക്കുന്നത്. അത് KSUവിൻ്റെ പ്രവർത്തനം മുതൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വരെയുള്ള കഴിഞ്ഞ 20 വർഷക്കാലത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ജനങ്ങൾക്കിടയിലുള്ള ഒരു പരിചയം അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതൃരംഗങ്ങളിലുള്ള ആളുകളോടുള്ള ബന്ധവും പരിചയവും ഒക്കെ തന്നെ ഗുണമാകുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അപ്പോൾ മാളയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയുണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും എല്ലാവിധ ആശംസകളും, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും വലിയ വിജയപ്രതീക്ഷ ഉണ്ട് തന്നെയാണ് OJ ജനീഷും പറയുന്നത്. ക്യാമറമാൻ ചന്ദ്രയോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ. എന്തായാലും ഇതോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.